ഗൈസ്, നല്ല മഴ ഉണ്ടായിരുന്നു. അതാണ് ഒന്ന് നേരം വെളുത്തെന്ന് അറിയാം. കാരണം ഈ ഒരു വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എന്ന് തോന്നും. ഇപ്പൊ സമയം 5 മണി. നേരത്തെ ഒരു മണി ആ ഒരു സമയത്തൊക്കെ രാവിലെയാണോ അതഞ്ഞ് പുലർച്ചെയാണോ അതഞ്ഞ് രാത്രി ആവാൻ പോവുകയാണോ നേരെ കൺഫ്യൂഷനായി. എന്തായാലും എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. കുറച്ചല്ല, ഒരൊറ്റ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചാന്നറിയാം. കാരണം കുറെ ആൾക്കാര് കുറെ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിടക്കാച്ച സാധനം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ പാക്കേജ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണുന്നില്ലേ? ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതൊരു കിടക്കാച്ച സാധനം തന്നെയാണ്. കാരണം പല യൂട്യൂബേഴ്സും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ മേടിച്ച് പിന്നെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായിരുന്നു. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും പറ്റാം. അപ്പൊ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്തിട്ട് മിക്കവാറും എനിക്ക് പ്രാന്താവും, എന്തെങ്കിലുമൊക്കെ നാവും. കൂടുതലൊന്നുമില്ല, ഞാനിങ്ങനെ പൊട്ടിക്കാന്നുള്ളൂ. ഇതാണ് നമ്മളെ സാധനമാണ് ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞേക്കാം അത് നല്ല എരുള്ള സാധനമാണ്. അപ്പൊ ഞാനൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും നല്ല എരുള്ള ലോകത്തിൽ തന്നെ എന്തെങ്കിലും വേൾഡ്സ് അങ്ങനെ എന്തോ റെക്കോർഡുള്ള എന്തൊക്കെ സംഭവമാണ്. അല്ല, വേൾഡ് ഹോട്ടസ്റ്റ് ചിപ്സ് അങ്ങനെ എന്താണ്. അപ്പൊ ഈ ജോള ചിപ്പ് ഇത് വെറുതെ തിന്നിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ എരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവും ചെയ്യുക. അപ്പൊ പിന്നെ ആപ്പാട് കയ്യിലുള്ളത് വെള്ളം, പിന്നെ ആണെങ്കിൽ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ കൊടുക്കാം, അത് കണ്ടോക്കിട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാ മതി. അപ്പൊ ഇതൊന്ന് കഴിച്ചിട്ട് ഗൈസ് ഇത് പൊട്ടിക്കാൻ പോവാണ്. പൊളിക്കാൻ എടുക്കും മിക്കവാറും. ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. കൂടുതലൊന്നും വായിക്കാനുള്ള ഒരു ഇതില്ല. അത് വേണ്ട. ജോളോ ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് മിക്കവാറും ഇത് ലാസ്റ്റ് ആവൂ. എൻ്റെ ഇറ്റ്സ് ടൈം ടു ഡിസ്കവർ ദ ബ്ലാക്ക് ഡെഡ്ലി ചിപ്പ് ഇൻസൈഡ്. ഒരു കറുത്ത കരിമ്പൂതം ആണ് മക്കളെ. ഇതൊന്ന് പൊട്ടിക്കട്ടെ. നോക്കട്ടെ. അപ്പൊ കൂടുതൽ പൊന്നെ ഇത് വന്നിട്ട് ഏകദേശം 2 ദിവസമായി. അപ്പോ പൊളിക്കാം. ഇതിങ്ങനെ കേൾക്കട്ടെ ഗൈസ്. ഇപ്പൊ തിന്നോക്കാം, വേറെ പരിപാടിയൊന്നുമില്ല. പൊളിച്ചെടുക്കുക. അതായത് ഒരു ചില നൂഡിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം എന്തുള്ള എരുള്ള, അതിന്റെ ഒരു മണം വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇത് മൊത്തമൊന്നും ഞാൻ തിന്നു നോക്കുന്നില്ല. ഇതിന്ന് ഒരു ചെറിയൊരു കഷ്ണം കണ്ണുക്ക് ഇപ്പൊ തന്നെ ആയി. ഇതാദ്യം തിന്നോക്കട്ടെ. ഒരു എരി വരുന്നുണ്ട്. പണി കിട്ടും തോന്നുന്നു. കട്ടമുട്ടുണ്ട്. ഞാനത് വെള്ളം കുടിക്കാണ്. ഞാന് ഏതോ ഒരു യൂട്യൂബ് വീഡിയോയില് കണ്ടിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടുന്നു. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കണത്. ബാക്കി ഞാൻ തന്നൂല.
എരിവേ ഉള്ളൂ, അങ്ങനെ ആസ്വദിക്കാനുള്ള ടേസ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ നമ്മളെ സാധനം തിന്ന ഡ്രീം കേക്ക്. പലവർക്കും 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, എനിക്ക് ഇപ്പൊ തന്നെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക്. അപ്പൊ ശരി, ഞാൻ പോണ്. കഴപ്പ് തീർന്നു കിട്ടി. അപ്പളേ ഞാന് ഒന്ന് മുഖം കേക്കി പൊട്ടത്തരം ചെയ്തെന്നറിയാം. ഈ കൈ കഴുകി, പക്ഷെ ഈ കൈമന്ന് എരി പോയിട്ടില്ലായിരുന്നു. ആ കൈ വെച്ചിട്ട് മുഖം കഴുകി. ഇപ്പൊ കണ്ണിലും ഇവിടെ ഒക്കെ ഇത് പൊള്ളുന്നുണ്ട്. പൊള്ളല്ല, ഒരു എരിയുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന. ഇപ്പൊ ചെറുതായിട്ടൊക്കെ നാളത്തെ എരി പോയി. അപ്പൊ പിന്നെ ഒന്നും കൂടി ചെയ്യണം. അല്ല, ഒന്നും കൂടി തിന്നോക്കാം. ഇപ്പോഴും ചെറിയൊരു കഷ്ണമൊന്നുമില്ല. പകുതി പോലും ഞാൻ ഇപ്പൊ തിന്നിട്ടില്ല. മിക്കവാറും ഇതേമാതിരത്തെ ഒരു പെട്ടി വേണ്ടി വരും, ഇതിന്റെ ഒരു സൈസിലുള്ള. ഇവിടെ ഇതിന്റെ ഫോട്ടോ ഒട്ടിക്കാം. ഇവര് ഈ പെട്ടി കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന തന്നെയാണോ? അപ്പൊ ബാക്കിയുള്ളത് ഇവര് ഫ്രീ ആയിട്ട് തരുമോ? ഈ ഒരു സൈസുള്ള ബാക്കിയുള്ള പെട്ടി നമുക്ക് കുയിലടക്കാനേ. RIP എന്താ ഇരിക്കുന്നേ? മെയ്ഡ് വിത്ത്, ഒന്നേ വായിക്കാൻ പോലും പറ്റണില്ല. മെയ്ഡ് വിത്ത് കരോലിന റിപ്പറോ, മെയ്ഡ് വിത്ത് കരോലിന റിപ്പർ പെപ്പർ, എന്തോ ഒരു കുന്തറാണ്ട അവിടെ കിട്ടി. ക്രിയേറ്റഡ് ഫോർ ദ ഹെയർ പ്ലഷർ ഫോർ ഇന്റൻസീവ് ഹീറ്റ് ആൻഡ് പെയിൻ. ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്, അതേ സത്യം. മൗത്ത് ഓൺ ഫയർ മിക്കവാറും. ഫ്രം ഡിയർ കരയും ഉറപ്പാ. എക്സ്ട്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഈ കേക്ക് ഉണ്ടാക്കിയപ്പോ ഇന്നലെ ഉണ്ടാക്കി, അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ ഇന്നലെ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇന്ന് രാവിലെ ഒന്ന് നോക്കിയപ്പോ മറ്റേ എന്തിപ്പോ പൗഡറാണ്, കൊക്കോ പൗഡറിന്റെ സാന്നിധ്യം കൂടുതലായിരുന്നു. അതിൽ ലാസ്റ്റ് ഞാൻ മേളത്തെ ലെയർ എടുത്തിട്ട് അതിൽ ബൂസ്റ്റ് പൗഡർ കൊടുത്ത്. അപ്പോൾ കുഴപ്പമില്ല, ബൂസ്റ്റ് ഇട്ടാൽ മതി, അത് നല്ലത്.
ഇനി വേണ്ട, ഞാൻ ഈ കവർക്ക് തന്നെ ആക്കട്ടെ. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. എരിയും നല്ല രീതിയിൽ പലയിടത്തും 2 കഷ്ണമുണ്ട്. ഞാൻ തന്നെ തലന്റെ കിളികൾ പാറുന്നു, കിളികൾ പാറിയോ, കിളികൾ കിളികൾ. ഇത് പോയിക്കോ. താങ്ക് യു. ഇത്രേ ഉള്ളൂ. ഇനി കൊണ്ടുപോയിടാൻ പറ്റൂല. ഗൈസ്, അടിവായിട്ട് നല്ല രീതിയിൽ കത്തിക്കാണുണ്ട്. ഒട്ടും പറ്റത്തില്ല. ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.